ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വളരെ അപൂർവമായിട്ട് ഇത് പറയുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഗത്യന്തരമില്ലാതെ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. ആരോഗ്യമേഖലയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ആ പറഞ്ഞ ഡോക്ടറെ കോൺട്ര ചെയ്യില്ലേ ഇത്. കഴിഞ്ഞ ദിവസം മുമ്പ് കണ്ടെന്തായിരുന്നു, മന്ത്രിമാർ മത്സരിച്ച് ആ ഡോക്ടർക്കെതിരെ ഇറങ്ങി നീക്കുന്നതാണ് കാണുന്നത്. ഇത് തുടങ്ങിയത് മുഖ്യമന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രി കണ്ണൂരിൽ വെച്ച് പറഞ്ഞു, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുണ്ടായിട്ടുള്ള കുതിപ്പിനോട് അസൂയുള്ള ചില മാധ്യമപ്രവർത്തകരാണ് ആദ്യം പറഞ്ഞത്. അതുപോലെ ശത്രുക്കളും ഒക്കെ കൂടി കിടക്കുന്ന കെണിയിൽ വീണു പോകരുത് എന്നാണ് ഡോക്ടർക്ക് കൊടുത്ത ഉപദേശം. അതിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മന്ത്രിമാർക്ക് വേറെ നോക്കേണ്ടി വന്നില്ല. അപകടം നടന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒറ്റ വാചകം, അവിടെ ആരുമില്ല, അത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല. മുഖ്യമന്ത്രിയുടെ മോഡലാണ്. കേരള മോഡലിനെ എവിടെയെങ്കിലും ദുരന്തം വന്നാലും ആക്രമിക്കപ്പെട്ടാലും ന്യായീകരിക്കേണ്ടതാണ് നമ്മുടെ ജോലി എന്നാണ് മന്ത്രിമാർ ധരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ യഥാസ്ഥിതി മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തി ഏത് ഒഴിഞ്ഞ കെട്ടിടമായിക്കോട്ടെ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? അതിനകത്ത് ആരും കുടുങ്ങിയിട്ടുണ്ടോ അല്ല നോക്കേണ്ടത്. ഇത് കുടുങ്ങിയിട്ടില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചിട്ട് രക്ഷാപ്രവർത്തനം വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യേണ്ടത്? അതാ ഞാൻ പറയുന്നത്. അത് ഒരു കെട്ടിടം തകർന്ന് വീണാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ ആരെങ്കിലും കുടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടല്ലേ പറയേണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതാണ് മനസ്സിലുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും ന്യായീകരിക്കുക. ഈ ന്യായീകരണ പണി മാത്രം എടുക്കുന്ന ജോലിയിലേക്ക് മന്ത്രിമാർ പോകുന്നുണ്ടല്ലേ. അങ്ങനെയായിരുന്നു ഒരു മന്ത്രി പറയേണ്ടത്. അവിടെ പരിശോധിച്ച് വസ്തുക്കൾ പക്ഷേ അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിനെ നാവിനില്ല കളരിയാക്കി മാറ്റുന്ന ഒരു സർക്കാർ. ആരെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ ആ സത്യം തുറന്നു പറയുന്നവനെ വേട്ടയാടി ഇല്ലാതാക്കുന്ന ഗവൺമെൻറ്. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തങ്ങൾ പറയുന്ന രാജഭരണകാലത്ത് പോലെ തങ്ങൾ പറയുന്നത് മാത്രമേ ശരി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് പകരം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. അതാണ് ഈ ആശുപത്രി. ഇപ്പം ഞാൻ ഒരു കാരണം പറയാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി 24 ജൂലൈ 6-ന് കൊടുത്തൊരു കത്താണിത് മന്ത്രിക്ക്. നിങ്ങളറിയോ, ഞാൻ അവിടെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ താല്പര്യമെടുത്ത് കൊണ്ടുവന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ PMSSY അത് 150 കോടി രൂപ ചിലവഴിച്ച് 200 കോടിയോളം ചിലവഴിച്ച് സൂപ്പർ ആലപ്പുഴ പോലുള്ളൊരു പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. ഇപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? ആ കെട്ടിടം പൂർത്തിയായിട്ട് 2 വർഷമായി. ഉപകരണങ്ങളെ കൊണ്ടുവച്ചിരിക്കുകയാണ്, പ്രവർത്തനം നടക്കുന്നില്ല. ഇടയിൽ ഞാൻ കഴിഞ്ഞ മാസം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു HDS മീറ്റിംഗ് അവിടെ കൂടിയപ്പോൾ പരാതികൾ വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞതാണ്, അവിടെ ഈ പുതിയ കെട്ടിടത്തിൻ്റെ വാങ്ങിയ ഉപകരണങ്ങൾ വരെ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങളിൽ ചോർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുതിയ കെട്ടിടത്തിൽ മെയിൻ്റനൻസ് നടത്തുന്നില്ല. എന്താ കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി ആ പണി ചെയ്യിപ്പിച്ചിരുന്നത് വേറൊരു ഏജൻസിയാണ്, PWD അല്ല. അതിന് PWD ചെയ്യാത്ത വർക്കായതുകൊണ്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് PWD. ആരോഗ്യവകുപ്പ് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പറയുന്നു, PWD തയ്യാറല്ല. ഈ സംബന്ധിച്ചൊരു കത്താണ് ഞാൻ ആരോഗ്യമന്ത്രിക്ക് 1 വർഷം മുമ്പ് കൊടുത്തത്. ഈ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചു പോവുകയാണ്, കെട്ടിടം നശിച്ചു പോവുകയാണ്. ഇത് PWDയും ആരോഗ്യവകുപ്പും തമ്മിലൊരു ചെറിയ തർക്കമാണ്. ഇത് പരിഹരിക്കാൻ എനിക്ക് ക്യാബിനറ്റിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് പരിഹരിച്ചിട്ട് PWDയെ കൊണ്ട് അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഇന്ന് വരെ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ജൂലൈ 3-ാം തീയതി, ഇന്ന് വരെ ഒരാടി. കഴിഞ്ഞ ദിവസം HDS മീറ്റിംഗ് കൂടി ഇപ്പോൾ നടപടിയായിട്ടില്ല, എടുക്കാൻ പോകുന്നു. ഇതാണ് ഈ സർക്കാരിൻ്റെ ശൈലി. 1 വർഷമായിട്ട് ഒരു കത്ത് MP കൊടുത്തിട്ട് എന്തിനാ? ന്യായമായ കാര്യത്തിന് നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കി ആധുനിക ഉപകരണങ്ങൾ വാങ്ങി ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഈഗോ കാരണം പരസ്പരം ഏറ്റെടുക്കാത്ത വകുപ്പുകളെ ഒന്ന് സംയോജിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാവാത്ത സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവർക്കുള്ള ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഈ പൊതുജനാരോഗ്യ രംഗം മാറ്റി അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഈ ഡോക്ടർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായ കാര്യങ്ങൾ പലരും പറയുന്നില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ മെഡിക്കൽ കോളേജുകളും ഒരു ഓഡിറ്റ് നടത്തണം, ബിൽഡിംഗ് ഓഡിറ്റ് നടത്തണം. എവിടെയൊക്കെ തകരാൻ സാധ്യതയുള്ള കെട്ടിടം കൊണ്ട്, എത്ര കാലമായി മെയിൻ്റനൻസ് നടക്കാത്ത കെട്ടിടങ്ങളുണ്ടെന്നൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും.
ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. മന്ത്രിമാർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. അവിടെ ആളില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചത് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാകപ്പിഴയാണ് എന്നൊരു സംശയം. പക്ഷേ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് LDFന്റെ കാലത്ത് മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് നേട്ടമുണ്ടായിട്ടുള്ളത്, UDFന്റെ കാലത്ത് ഒന്നും ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. ഇത് UDFന്റെ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ സ്പെയർ ചെയ്തവരാണോ ഇന്ന് രാജ്യം ഭരിക്കുന്നത്? നിങ്ങളെല്ലാം പഴയ കാലത്തിൻ്റെ കണക്കും താരതമ്യം, അതിന് കണക്ക് പറഞ്ഞ ഈ ഓരോ ജില്ലയിലും സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ആരാ? പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നവരാണ്, ഇവരാണെന്നല്ല പറയുന്നത്. പക്ഷേ ആ മെഡിക്കൽ കോളേജുകളെ ശക്തിപ്പെടുത്താൻ പോലും ഇവരൊന്നും തീരുമാനിച്ചിട്ടില്ല. UDFന്റെ കാലത്തെ കുറ്റം പറഞ്ഞ് എത്ര കാലം നിങ്ങളിങ്ങനെ ഈ കെടുകാര്യസ്ഥത തുടരും?